കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്സ് വന്നു. ഞാനിന്നിരിക്കുന്നത് നമ്മുടെ നിയുക്ത MLA കൂടെയാണ്, PMA സമീർ സാഹിബ്. അദ്ദേഹത്തെക്കുറിച്ച് എന്തുകൊണ്ട് അദ്ദേഹത്തെ ഈ ഒരു അൺലേൺ വിത്ത് അജ്മലിൻ്റെ ഒരു പോഡ്കാസ്റ്റിലോട്ട് കൊണ്ടുവന്ന് എന്നതിനുള്ള ഉത്തരം, ഒന്ന്, എൻ്റെ നിയോജക മണ്ഡലത്തിലെ MLA ആണ് താങ്കൾ, തിരൂരങ്ങാടി. രണ്ട്, താങ്കളുടെ ജേണി വളരെ ക്യൂരിയസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് സമീർ സാറെ എനിക്ക് നേരത്തെ അറിയാം. ഒരു കമ്പനി സെക്രട്ടറി ആയിട്ട്, ഒരു പ്രൊഫഷണലായിട്ട് തുടങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു MLA ആയിട്ട് മാറുകയാണ്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് കേരളത്തിലെ വിഖ്യാതമായിട്ടുള്ള ഫറൂഖ് കോളേജിൻ്റെ ക്യാമ്പസിലാണ്. ഫറൂഖ് കോളേജിലെ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഈ ക്യാമ്പസിലെ യൂണിയൻ ചെയർമാൻ ആയിരുന്ന ആളാണ് താങ്കൾ. 1998-99 ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മൾ ഇരിക്കുന്നത് 2026 ഒരു 27 വർഷത്തെ വഴിദൂരമുണ്ട്. അതായത് അന്ന് താങ്കൾ വളരെ പൊളിറ്റിക്സിൽ ആക്റ്റീവ് ആയിരുന്നു. ഇപ്പോൾ താങ്കൾ MLA ആവുന്ന സമയത്തും എന്താണ് ഒരു പുതുമുഖം വരുന്നൊരു ഫീലിംഗ് ആണ് നമ്മൾ തിരങ്ങാടിക്കാർക്കൊക്കെ ലഭിച്ചിട്ടുള്ളത്. എന്താണ് 27 വർഷം സംഭവിച്ചത് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. താങ്കളുടെ ഒരു പൊളിറ്റിക്സിൽ, ഒരു പ്രൊഫഷണൽ നിന്ന് പൊളിറ്റിക്സിലോട്ടുള്ളൊരു ജേണി പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാൻ തോന്നുന്നുണ്ട്. ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ കഴിഞ്ഞു, നല്ല രീതിയിൽ ക്യാമ്പയിൻ കഴിയുന്നു, പോള് നടക്കുന്നു, ഇന്ന് അതിൻ്റെ റിസൾട്ട് വന്നു. ഈ ഗംഭീര വിജയത്തിന് നേതൃത്വം നൽകിയ ഒരുപാട് ആളുകളുണ്ട്. ആ ഒരുപാട് ആളുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും അവരെ സന്തോഷത്തോടു കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സംസാരം തുടങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അജ്മൽ പറഞ്ഞതുപോലെ ഫറൂഖ് കോളേജിൻ്റെ മുറ്റത്താണ്. ഈ ഫറൂഖ് കോളേജാണ്, അല്ലെങ്കിൽ ഈ ഫാറൂഖാബാദ് സ്കൂളും ഞാൻ 8th മുതൽ ഇവിടെ പഠിച്ചു. ഈ ഫറൂഖ് കോളേജ് അല്ലെങ്കിൽ ഈ ഫാറൂഖാബാദ് എന്നെ പരുവപ്പെടുത്തുന്നതിൽ, എനിക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം എന്നിൽ ഇത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തത് വേറെ ഉണ്ടാവില്ല. നമ്മളിരിക്കുന്നത് ഈ അന്നത്തെ ലൈബ്രറിയുടെ ഇപ്പോഴത്തെ പാരിസൺ ഹാളിൻ്റെ മുമ്പിലാണ്. ഇത് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ നടന്ന് പോകുന്ന സ്ഥലമാണ്. യൂണിയൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ യൂണിയൻ നേതാക്കന്മാരൊക്കെ ഏറ്റവും ആക്റ്റീവായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കോറിഡോറിൽ ഇരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. 3 ഡിക്കേഡ് ആവാനായി അതിൻ്റെ ഒരു ഗ്യാപ്പ്. അത് ഫറൂഖ് കോളേജ് രൂപപ്പെടുത്തുമ്പോൾ നമ്മളിലേക്ക് ഇവിടുത്തെ യൂണിയൻ ചെയർമാൻ എന്നുള്ള നിലക്ക് അതിലേക്ക് ഭയങ്കരമായിട്ടുള്ള ചില ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഇട്ടു തരുന്നു, അതിൻ്റെ ഒരു വഴി നമുക്ക് കാണിച്ചു തരുന്നു. അതോടൊപ്പം ഇവിടുത്തെ ക്ലാസ് റൂംസ്, ഇവിടുത്തെ അധ്യാപകർ, എന്തിനേറെ ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ് വരെ നമ്മളുണ്ടാവേണ്ട ആ രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ എൻ്റെ പ്രൊഫഷണൽ കോഴ്സ് കിട്ടുന്നതും ഈ ഫറൂഖാബാദിൽ നിന്നാണ്. കമ്പനി സെക്രട്ടറിഷിപ്പ് എന്ന് പറയുന്ന കോഴ്സ് എനിക്ക് പറഞ്ഞു തന്നത് ഇവിടുത്തെ ആ സബോക്ക മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് P. മുഹമ്മദ് സാർ എന്ന് പറയുന്ന ഞങ്ങളുടെ കോമേഴ്സ് അധ്യാപകനാണ്. അപ്പോൾ എല്ലാം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ റിസൾട്ട് വന്ന് ഒരു ജനപ്രതിനിധിയായി മാറി എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും സുന്ദരമായ ഒരു സ്ഥലത്തിരുന്നിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഒരു കരിയറും അതോടൊപ്പം ഈ പറയുന്ന ജീവിതത്തിലെ വലിയ ആഗ്രഹം തന്നെയാണ് ഒരു പബ്ലിക് വർക്കർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കറായിട്ട് ഈ സംവിധാനത്തിൻ്റെ, ഈ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ളത്. അത് രണ്ടും രൂപപ്പെടുത്തുന്നതിൻ്റെ ഒരു മദർ ലാൻഡിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ആഗ്രഹം തുടങ്ങുന്നത്? താങ്കളൊരു MLA ആയി വരണം എന്നുള്ളത് മേ ബി കോളേജിൽ പൊളിറ്റിക്സിൻ്റെ സമയത്ത് തന്നെ ആലോചിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, അതായത് ഒരു ജനപ്രതിനിധി ആയിട്ട്. കാരണം താങ്കൾ ഒരു കോളേജ് സ്റ്റുഡൻസിൻ്റെ പ്രതിനിധി ആയിട്ടുണ്ട്, പക്ഷെ അവിടെ നേരെ ഒരു പ്രൊഫഷനിലോട്ട്, അതും വളരെ തിരക്കേറിയ, വളരെ അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലായിട്ട് താങ്കൾ മാറുകയാണ്. എന്നു മുതലാണ് ഈ ഒരു പ്ലാനിങ്? എനിക്ക് ആ കരിയർ ഷിഫ്റ്റിനെ കുറിച്ചാണ് മേ ബി കുറച്ച് അറിയേണ്ടത് തോന്നുന്നത്. ഞാൻ ജനിച്ചത് ഒരു മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായ ഒരാളുടെ മകനാണ്. ഉപ്പാൻ്റെ പേര് ഇസ്മായിൽ എന്നാണ്. അപ്പം എനിക്ക് നമുക്ക് ഓർമ്മ വെക്കുന്ന കാലം ഉണ്ടാവില്ല. ആ കാലം വെക്കുന്ന മുതൽ ഉപ്പാക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിരാവിലെ പോവുകയും വളരെ വൈകി വരുന്നതുമായ ഒരു ഉപ്പാൻ്റെ മോനാണ് ഞാൻ. ആ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അന്നത്തെ ആ ഓർമ്മയിൽ പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത, അതായത് ഉപ്പാനെ കിട്ടാത്ത മക്കൾ, വീട്ടിലൊരു സൗകര്യമില്ലാത്ത ആളുകൾ, അപ്പോൾ കുറേ ഇല്ലായ്മകളും കുറേ നെഗറ്റീവുകളുമാണ് ഈ പറയുന്നതൊക്കെ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അതിലെപ്പോഴോ പിന്നീട് സ്കൂളിലേക്ക് വരുന്നു. എൻ്റെ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് ആ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായോ ആ സ്കൂളിൽ നടക്കുന്ന പരിപാടികളിലൊക്കെ പ്രാസംഗികനായോ ഒക്കെ ഞാൻ ഉപ്പാനെ കാണും. ഉപ്പാനെ വീട്ടിൽ നിന്ന് കാണുന്നതിൽ നിന്ന് ഞാൻ സ്കൂളിലൊക്കെ പഠിച്ച് തുടങ്ങുന്ന കാലത്ത് ഉപ്പാനെ വേദികളിലാക്കാണ്. പിന്നെ ഉപ്പാനെങ്ങനെ അനുഭവപ്പെടുന്നത്, ഒരുപാട് ആളുകളുടെ കാര്യങ്ങൾ, രാവിലെ ഒരുപാട് ആളുകൾ വീട്ടിലേക്ക് വരുന്നു, ഒരുപാട് സഹായങ്ങൾ, ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഓടി നടക്കുന്ന ഒരു ഗ്രൗണ്ട് ലെവൽ വർക്കർ.
അതെന്നെ സ്വാധീനിക്കുന്നത് യഥാർത്ഥത്തിൽ അത് എനിക്ക് തിരിച്ചറിയുന്നത് കുറച്ചുകൂടി ഞാൻ കോളേജുകളിലൊക്കെ എത്തുമ്പോഴാണ്. എല്ലാവരും എന്നെ ഇസ്മായിലാക്കൻ്റെ മോനെ എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇസ്മായിലാക്കനെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായ ആളുകൾ മുതൽ ഈ ക്യാമ്പസിൽ വരുമ്പോൾ അധ്യാപകർ, ഇവിടെ നിന്ന് കുറച്ചും കൂടി ഞങ്ങളുടെ യൂണിയൻ പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് കുറേ കൂടി കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ എല്ലാവരും എന്നോട്, അപ്പോൾ എനിക്കിങ്ങനെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും അത്ര ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ ഉപ്പ എന്നുള്ള നിലക്ക് ഒന്നും ചെയ്തു തരാത്ത ആളെക്കുറിച്ച് ഈ ആളുകളൊക്കെ അന്നേരത്തെ ഒരു തോട്ട് പ്രോസസ്സ് അങ്ങനെയാണ് പോയത്. പിന്നെയാണ് ഞാൻ അതിൻ്റെ ഒരു സൗന്ദര്യം എന്നിലേക്ക് സ്വാധീനിക്കുന്നത്. ആ കാലത്താണ് എനിക്ക് ജീവിതത്തിൽ ഇതൊക്കെ നേടുമ്പോൾ വീട്ടിൽ ഇല്ലാത്തത്, അല്ലെങ്കിൽ വീട്ടിൽ അന്ന് അനുഭവിക്കുന്നത് ദാരിദ്ര്യമാണ്, സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ഫെസിലിറ്റിയും ഇല്ലാതെ വളരേണ്ടി വരിക. പക്ഷെ അതിൽ നിന്ന് എനിക്ക് യഥാർത്ഥത്തിൽ രൂപപ്പെടുന്ന ആഗ്രഹം ഉപ്പനെ പോലെ ആകണം എന്നുള്ളതാണ്. അപ്പോൾ ഉപ്പനെ പോലെ ആകണമെങ്കിൽ വീട്ടിലുള്ള പ്രയാസങ്ങൾ മാറണമെങ്കിൽ നല്ല ജോലി കിട്ടണം. ആവണമെങ്കിൽ ഉപ്പൻ്റെ മാതിരിയാണ് ആവേണ്ടത്. അങ്ങനെയാണ് എനിക്ക് കമ്പനി സെക്രട്ടറിഷിപ്പ് എന്നെ ആദ്യം സ്വാധീനിച്ച്. നല്ല ശമ്പളം കിട്ടുന്ന, നല്ല പൈസ കിട്ടുന്ന ജോലിയാണ്, നന്നായി ശമ്പളം കിട്ടും. അപ്പോൾ അതിൻ്റെ കമ്പനീസിൻ്റെ ആനുവൽ റിപ്പോർട്ട് എനിക്ക് സാറ് കാണിച്ചു തരുമ്പോൾ ആ സാറിൽ എനിക്ക് ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള എമോളിമെൻസും ശമ്പളമാണ്. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ അവിടെ എത്തണമെങ്കിൽ എനിക്ക് ഈ ഒരു റൂട്ടിലൂടെ പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ അന്നത്തെ ലൈബ്രറിയാണ്, ഇവിടെയായിരുന്നു അന്നത്തെ ആർട്ടിക്കിൾസും അന്നത്തെ കമേഴ്ഷ്യൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ഡെയിലീസൊക്കെ വരിക. അതിനൊക്കെ ഈ കമ്പനി സെക്രട്ടറിനെ കുറിച്ചിട്ട് അന്നിങ്ങനെ സ്വപ്നം കാണും. കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് എൻ്റെ ഒരു വെഹിക്കിളായിരുന്നു. അതിലൂടെ പോയാലാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതിലെത്താൻ പറ്റുന്നതും എൻ്റെ കുടുംബത്തെയും അല്ലെങ്കിൽ ഉപ്പാക്ക് മിസ്സായി പോയൊരു കാര്യവും കൂടി ചെയ്തിട്ടെത്താൻ പറ്റുക എന്നുള്ളത്. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഉപ്പയാണ് എന്നെ, ഒരുപാട് പോരായ്മകളാണ് എന്നെ യഥാർത്ഥത്തിൽ. അതെ, അത് ഒരു സൈഡിൽ പറയുകയാണെങ്കിൽ ഉപ്പയുടെ ഒരു പൊതുജീവിതം താങ്കളൊരു പൊതുപ്രവർത്തനത്തിലോട്ടും, ഉപ്പ പൊതുജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ലഭിക്കാതെ പോയ ചില കാര്യങ്ങളിലെ ഒരു നല്ല കരിയർ ബിൽഡ് ചെയ്യുന്ന എത്തിച്ചു എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ തോട്ട് പ്രോസസ്സാണ്. യെസ്. അപ്പോൾ ഈ ഒരു കമ്പനി സെക്രട്ടറി ഇതിലോട്ട് താങ്കൾ വരുന്നു, ഫറൂഖ് കോളേജിൽ നിന്ന് കഴിഞ്ഞ ഉടനെ, റൈറ്റ്, അങ്ങനൊരു പൊസിഷനിലോട്ട് വരുന്നു. ഈ പൊളിറ്റിക്സ് എന്നുള്ളത് അപ്പോഴേ ആലോചിച്ചത്. ഞാൻ ഈ അടുത്ത് നിങ്ങളുടെ പാർട്ട്ണറായിരുന്ന ആഷിഖാനായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂവിന് ഇങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതായത് ഫൗണ്ടേഴ്സ് തമ്മിൽ, സ്റ്റാർട്ടപ്സ് തുടങ്ങുമ്പോൾ ഫൗണ്ടേഴ്സ് തമ്മിൽ ഉണ്ടാവേണ്ട ഒരു അഗ്രിമെൻറ്റിനെ സംബന്ധിച്ച്, നിങ്ങൾ എത്ര സൗഹൃദമുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ തമ്മിൽ എന്ത് വേണം, ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കണം. അപ്പം അതിൽ അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞു, ഞാനും സമീർ സാറും തമ്മിൽ ഞങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ വെച്ചൊരു അഗ്രിമെൻ്റ് ആയിരുന്നു. സമീർ സാർ പറഞ്ഞു 45ാമത്തെ വയസ്സാകുമ്പോൾ ഞാൻ പൊളിറ്റിക്സിലോട്ട് പോകും. എന്നോട് അങ്ങനെ പറഞ്ഞു കേട്ടോ. അത് നിങ്ങൾ ആദ്യം വെച്ചൊരു അഗ്രിമെൻ്റ് ആയിരുന്നു. അത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അപ്പോൾ അതായത് ഒരു 20s തന്നെ നിങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്നാണ് അതിനർത്ഥം. ഞാൻ കമ്പനി സെക്രട്ടറിഷിപ്പിലേക്ക് പോകുന്നു. ഞാൻ ഭയങ്കര പഠിക്കുന്ന ആളൊന്നുമല്ല. എല്ലാം കൂടി കുറേ ഹാർഡ് വർക്ക് ചെയ്തു. അങ്ങനെ പാസ്സായി കഴിഞ്ഞപ്പോൾ ഈ ഒരു ജേണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഞാനും ആഷിഖും കൂടി ഫേം സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഫേം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലുള്ളത്, ഞാനിപ്പം താമസിക്കുന്ന വീടിൻ്റെ അവിടെ പോയി നിന്നിട്ടാണ് ഞാൻ ആഷിഖിനോട് പറഞ്ഞത്, എനിക്ക് ഇത്രയാണ് എൻ്റെ ഈ കരിയർ കാലം, സീരിയസ് ആയിട്ട് ഈ കാര്യത്തേക്ക് എനിക്ക് പോവേണ്ടത്, എനിക്ക് 45th ഇയർ ആകുമ്പോൾ എനിക്കിതിലേക്ക് പോകണം. അപ്പം ഞങ്ങളൊരു കരിയർ പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ അതന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വിറ്റ്നസ്സൊക്കെ ഉണ്ടായിരുന്നു. മറ്റൊരു സുഹൃത്തുണ്ടായിരുന്നു, കക്കോടൻ മനാസിൻ്റെ സാന്നിധ്യത്തിലാണ് ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻറ്റ് എന്നുള്ള. അങ്ങനെ അത് ചെയ്തതുകൊണ്ട് പിന്നീട് ആ രീതിയിൽ മൂവ് ചെയ്യാൻ ഞങ്ങളുടെ ഇടയിൽ ഭയങ്കര എളുപ്പമായിരുന്നു കാര്യം. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു 25 വർഷങ്ങൾക്കപ്പുറം എന്തായാലും ഒരു പൊളിറ്റിക്സിൽ വിസിബിളായി തന്നെ വരും എന്നുള്ളൊരു പ്ലാൻ, അല്ലേ, ഒരു കരിയർ പ്ലാൻ താങ്കൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ ഇൻവിസിബിൾ ആയിരുന്നെങ്കിൽ പോലും ഈ പറഞ്ഞൊരു ലക്ഷ്യത്തിലെത്താൻ സ്വാഭാവികമായിട്ടും പൊളിറ്റിക്സിൽ ആക്റ്റീവ് ആവണം, റൈറ്റ്? എന്തായിരുന്നു താങ്കളുടെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് കഴിഞ്ഞൊരു 20-25 ഇയേഴ്സിൽ ഒന്ന് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു, ഈ പ്രൊഫഷൻ്റെ കൂടെ തന്നെ? ഫറൂഖ് കോളേജിൽ നിന്ന് ഇവിടെ നിന്ന് പോകുന്നു. പിന്നെ ചെന്നൈ, ഡൽഹി, കോയമ്പത്തൂർ, ഇവിടെ നിന്ന് പ്രൊഫഷണൽ കോഴ്സ്, അന്ന് ഇവിടെയൊക്കെ കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ കുറവായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ചെന്നൈയിൽ കുറച്ചും കൂടി ആ സമയത്ത് MMA അവിടെയുള്ള സോഷ്യൽ ആക്ടിവിറ്റി, ഹോസ്റ്റൽ ലൈഫ്, അവിടെ ഒരു മയ്യത്ത് പരിപാലന കമ്മിറ്റിയൊക്കെ ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഒക്കെ വർക്ക് ചെയ്തു. പിന്നെ നേരെ ഇതിൻ്റെ പഠനവും ഇത് എല്ലാം ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാവാൻ പറ്റി. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ വരുന്നത് ഇങ്ങോട്ട് തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാലം ദുബൈ ലൈഫും ഒക്കെ ഉണ്ട്. നാട്ടിലെ സംഘടന ആ സമയത്ത് യൂത്ത് ലീഗും MSF മാറുന്നു. യൂത്ത് ലീഗിൽ ചെറിയൊരു കാലം. പിന്നീട് തന്നെ ഈ പറയുന്നതിൽ പാർട്ടി സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഏൽപ്പിച്ച ചന്ദ്രികയും ഞങ്ങളുടെ പ്രൊഫഷനായിട്ട് നല്ല കണക്ഷനുമാണ്. ഇതൊരു സാമ്പത്തികമാണ് ഇതിലുള്ള ഇഷ്യൂ. അതിലേക്ക് ഇറങ്ങിയപ്പം യഥാർത്ഥത്തിൽ പ്രിന്റ് മീഡിയയിൽ ഓവറോൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ ഒരു സമയത്താണ് ആ ഒരു അസൈൻമെൻറ്റ്. ആ സമയത്ത് കോസ്റ്റ് റിഡക്ഷൻ സ്ട്രാറ്റജീസ് ഉണ്ടാക്കണം, ബാക്കി ബിസിനസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കണം. മീഡിയ ഒരു ക്രൈസിസിൻ്റെ ആ സ്റ്റാർട്ടിങ് മുതൽ കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് നടത്തിയ ആ വേക്കൻഡിൽ ആ സമയത്ത് എപ്പോഴും
പാർട്ടി ഇങ്ങനെ പൊതുവെ നമ്മൾ മുമ്പിൽ കാണുന്ന പോലെ തന്നെ ഏറ്റവും ആക്റ്റീവായ ഫുൾ ടൈമറാണ് ചന്ദ്രിക. അപ്പം ചന്ദ്രികയിൽ ആ പ്രോജക്റ്റ് ചെയ്യുന്നു. ആ പ്രോജക്റ്റ് ചെയ്ത അവസാനം നമ്മുടെ കോവിഡിൻ്റെ 2020 എത്തിയപ്പോഴേക്കും നമ്മുടെ ഈ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ മൊത്തം കാര്യങ്ങളുടെ ഒരു റിസർച്ചിലേക്ക് പോകുന്നു. ആ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പിന്നീട് അത് മാറുന്നതൊക്കെ. അതിന് മുമ്പ് ഒരുപാട് റിസർച്ചും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് എക്സ്പേർട്സും ആയിട്ടുള്ള ഭാഗം. 2 കോമ്പണൻ്റാണ് അന്ന് എക്സ്പേർട്സിൻ്റെ അഡ്വൈസ് കൂടി ഉണ്ടായത്. ഒന്ന് ഈ പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ പൊതു കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും വേണ്ട ഒരു ഇന്നവിറ്റബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്പെറൻസിയാണ്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ ട്രാൻസ്പെറൻസിയാണ്. അപ്പോൾ ഈ ട്രാൻസ്പെറൻസിയാണ് റിക്വയർമെൻറ്റ്, എത്തേണ്ടത് ട്രാൻസ്പെറൻസിയാണ്. അവിടെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നിയത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ആളുകൾക്ക് QR കോഡിൽ നിന്നാണ് അത് കറക്റ്റ് UPI ട്രാൻസാക്ഷൻസിനെയും ഇതിനെയും കണക്ട് ചെയ്താൽ അതാണ് ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ഐഡിയേഷൻ സ്റ്റേജിൽ വന്ന കാര്യം. അത് ഈ ക്രൗഡ് ഫണ്ടിങ് ആണ് നമ്മൾ ഈ മുണ്ടക്കൈ ചൂരൽമല ആ ദുരന്തബാധിതർക്ക് ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്ത ടൗൺഷിപ്പിൽ ഉപയോഗിച്ചല്ലേ ഏറ്റവും അവസാനത്തെ പ്രൊജക്ട്. വലിയൊരു ആ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന്റെ ഒരു മൊമെന്റ് ശരിക്കും എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്. ആ വീഡിയോയിൽ ഇങ്ങനെ വന്നിട്ട് എന്താ പറയാ ഇത്രയായി എന്ന് പറയുന്നു. വലിയൊരു മൂവ്മെന്റ് ആയിട്ടല്ലേ അത് മാറി എന്നുള്ളത്. അതെ, അതിൽ എൻഗേജ് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ല, ഒരു നാട് മുഴുവൻ ആ സമയത്ത് അതിനെ എൻഗേജ് ആകുന്നതാണ്. അതിലേക്ക് പോകുന്ന ആ ഒരു ജേണിയുടെ അവസാനം എത്തുമ്പം അതിനു മുമ്പേ ഡൽഹിയിലെ കായിക മില്ലറ്റ് സെന്റർ, ഇടയ്ക്കായിട്ട് നമ്മൾ ഫറൂഖ് കോളേജിലാണല്ലോ നിൽക്കുന്നത്. ഇതിന്റെ തൊട്ടടുത്താണ് റഹീമിന്റെ വീട്. നമ്മുടെ അബ്ദുറഹീം റിയാദിലെ ജയിലിലുള്ള റഹീമിന്റെ പ്രോജക്റ്റിന്റെ ഡിസ്കഷനൊക്കെ നമ്മുടെ ഈ ക്യാമ്പസിന്റെ മൾട്ടിപ്പിൾ കാര്യങ്ങൾക്ക് അത് ഉപയോഗിച്ചു. ആ പറയുന്ന പ്രോജക്റ്റിന്റെ എല്ലാത്തിന്റെയും ഒരു ഫുൾ ടൈം രാവിലെ സുബീക്ക് തുടങ്ങിയ രാത്രി വരെ ഡിസ്കഷൻസും ഈ ബാക്കി കാര്യങ്ങൾ അതായിരുന്നു ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്ത പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ. യെസ്. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ മേ ബി അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഡയമെൻഷനാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. പ്രോബ്ലി അത്രയൊന്നും പൊളിറ്റിക്സിൽ തന്നെ വളരെ വിസിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നാൽ അത്ര വിസിബിൾ അല്ലാതെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്കിൽ ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്ത താങ്കളെ പോലുള്ള ആളുകളുണ്ട്. ഒരു പ്രൊഫഷണൽ ഒരു പൊളിറ്റിക്സ് MLA ആയിട്ട് മാറുകയാണ്, റൈറ്റ്? താങ്കളുടെ പ്രൊഫഷനിൽ നിന്ന് താങ്കൾ ഇതിലോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ താങ്കൾ മേ ബി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ താങ്കൾക്ക് മുന്നോട്ട് വെക്കാനുണ്ടോ എന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പം സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തിരൂരങ്ങാടിയിലെ കാൻഡിഡേറ്റായി തീരുമാനിക്കുന്നു, അത് പ്രഖ്യാപിക്കുന്നു. അതോടുകൂടി എൻ്റെ സ്കോപ്പ് ഓഫ് വർക്കിന് ഒരു കൃത്യമായ ഒരു ഇടം തരികയാണ് തിരൂരങ്ങാടി മണ്ഡലം. തിരൂരങ്ങാടി മണ്ഡലം എന്ന് പറയുന്നത് ഏതാനും സ്ക്വയർ കിലോമീറ്ററുള്ള ലാൻഡ്. ആ ലാൻഡിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാകും. അവിടെ റിവർ സൈഡ് ഉണ്ട്, അവിടെ നല്ല സീ സൈഡ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, കോണ്ടൂറുള്ള ഭൂമിയുണ്ട്. അങ്ങനെ ആ ഭൂമിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. രണ്ടാമത് അതിലുള്ള മനുഷ്യരാണ്. ആ മനുഷ്യരിൽ ഏകദേശം 2.5 ലക്ഷം ആളുകൾ, 3 ലക്ഷത്തിൽ താഴെയുള്ള ആളുകൾ, അവരുടെ ഇടയിലാണ് എനിക്ക് ഈ പറയുന്ന പ്രോജക്റ്റ് അല്ലെങ്കിൽ എനിക്ക് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അപ്പോൾ എൻ്റെ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഞാൻ ഉത്തരം പറയേണ്ട മണ്ണും ഉത്തരം എന്നോട് ചോദ്യം ചോദിക്കുന്ന മനുഷ്യരുമാണ് അവർ. അവരുടെ ഇടയിലേക്ക് ഇന്ന് കാണുന്ന രീതിയിൽ, ഇന്നിപ്പം ഇവിടുന്ന് അങ്ങോട്ട് 5 വർഷത്തേക്കാണല്ലോ ഈ പറയുന്ന ഡ്യൂട്ടി ഇട്ടത്. ആ ജോലിയിൽ ഈ വർഷത്തെ 5 വർഷം കഴിയുമ്പോൾ ഇതെന്താവണം? ഒരു ഞങ്ങളെപ്പോലെയുള്ള വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ഫിനാൻഷ്യൽ ഇയർ ലാസ്റ്റ് എന്തായിരിക്കണം എന്നാണ് സ്റ്റാർട്ടിംഗ് ഡേറ്റിൽ ആരംഭിക്കുക. ഏപ്രിൽ 1 ആലോചിക്കുന്നത് വരാൻ പോകുന്ന മാർച്ച് 31 എന്നതാണെന്ന്. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ചെയ്യുമ്പം ഈ പ്രോജക്റ്റ് 5 വർഷം കഴിയുമ്പോൾ എന്താവണം എന്നുള്ളത്. നിങ്ങളൊരു ബിസിനസ്സിൽ ഒരു KPIs സെറ്റ് ചെയ്യുന്ന പോലെ, ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് സെറ്റ് ചെയ്യുന്ന പോലെ ഇതിനെ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സെറ്റ് ചെയ്ത് മതിയാകും, അതെൻ്റെ ഡ്യൂട്ടിയാണ്. എന്നെ പറയുമ്പോൾ ഞാൻ എന്താണ് എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ അത് ഉപയോഗപ്പെടുത്തി ഇവിടുത്തെ ആളുകൾക്ക് അവരുടെ നാടിൻ്റെ വികസനമാണെങ്കിലും അവരുടെ ജീവിതം, അവർക്കൊരു വെൽബീയിങ് ആണ് നമ്മുടെ മോട്ടീവ്. അതിനൊരു മിഷൻ ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ എഡ്യൂക്കേഷനിലുണ്ട്, അവിടെ ഹെൽത്ത് കെയറിലുണ്ട്, അവിടുത്തെ ടൂറിസത്തിലുണ്ട്, അവിടുത്തെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിലുണ്ട്. ഞാൻ ഇതിൻ്റെ പ്രയോറിറ്റിയിലും ഒരു മാറ്റം, മനുഷ്യരിലാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്. മറ്റതൊക്കെ അവരുടെ ക്ലെയിമാണ്. നമ്മുടെയൊക്കെ നാട്ടിലെ റോഡ് ഈ പറയുന്ന നല്ല മോട്ടറബിൾ ആയിട്ടുള്ള റോഡായിരിക്കണം എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും അവകാശമാണ്. അതിനെ പ്രയോറിറ്റി, അത് അവകാശം എന്നുള്ളതിൽ എന്തായാലും ഔദാര്യമല്ല. റോഡ് വികസിക്കണം, വെള്ളം വേണം, പവർ വേണം, വോൾട്ടേജ് വേണം എന്നുള്ളതൊക്കെ ആ മനുഷ്യരുടെ അവകാശമാണ്. അത് വാങ്ങിക്കൊണ്ടിരേണ്ട പണിയാണ്. പിന്നെ അവിടെ നടത്തേണ്ടത് വികസനം നടത്തേണ്ട അവരുടെ ജീവിതത്തിൽ നല്ല നാളുണ്ടാവാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ മിഷൻസ്, അത് എഡ്യൂക്കേഷനിലൂടെയാണ് കൊടുക്കേണ്ടത്. നല്ല ആരോഗ്യം നിലനിർത്തുകയാണ് വേണ്ടത്. അവരുടെ
പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസിനെ നല്ല ഒരു ഇടം അവർക്ക് ഉണ്ടാവണമല്ലോ. അവരാണല്ലോ ഈ പണിയൊക്കെ ചെയ്ത് അവർ കൊണ്ട് വെയിലിൻ്റെ തണലിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ക്ഷേമ പ്രവർത്തനങ്ങളും ഇവിടെയുള്ള മനുഷ്യരിൽ നടക്കേണ്ട ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സാഹചര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് എൻ്റെ മിഷൻ്റെ പ്രയോറിറ്റി ഫാക്ടേഴ്സ്. വികസനം നിർബന്ധമാണ്. അപ്പോൾ വികസനത്തിൽ താങ്കൾ പറഞ്ഞ 2 ഫാക്ടേഴ്സ് എന്ന് എസ്പെഷ്യലി നമ്മുടെ ഒരു ഓഡിയൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. എഡ്യൂക്കേഷൻ എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസം വളരെ കാലങ്ങളായിട്ട് പൊതുവിദ്യാഭ്യാസത്തിൽ വളരെ മുമ്പിലുള്ള നല്ല ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ അടക്കമുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ്. ഇവിടെ എന്താണ് താങ്കൾ ആസ് എൻ MLA വരുമ്പോൾ ഒരു ഡിഫറൻ്റ് ആയിട്ട് താങ്കൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഡിഫറൻ്റ് ആയിട്ട് എന്ത് വേണമെന്നാണ് താങ്കൾ കരുതുന്നത്? നമ്മൾ പൊതുവായിട്ട് കേരളത്തിലെ മലയാളികളെ പൊതുവായിട്ട് എടുത്താൽ ഏറ്റവും നല്ല മാൻ പവറാണ് മലയാളികൾ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന പട്ടം. അതേ മലയാളികളുടെ ഇടയിലും മലയാളികളടക്കം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഒരു ലാക്ക് എന്ന് പറയുന്നത് ആ സ്കിൽഫുൾ ആയിട്ടുള്ള ആളുകളില്ല, അങ്ങനെ ആളുകളെ കിട്ടുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ അക്കാദമിക് എഡ്യൂക്കേഷൻ, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കുറേ കൂടി മുമ്പിലുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ആ എംപ്ലോയബിലിറ്റിയാണ് പ്രശ്നം. എംപ്ലോയബിലിറ്റിയുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് അല്ലെങ്കിൽ അതിന് നമ്മൾ സ്കിൽ സെൻ്ററുകൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ മണ്ഡലത്തിൽ തന്നെ സ്കിൽ സെൻ്റർ പ്രോജക്റ്റുകൾ അബ്ദുറബ്ബ് സാഹിബൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചതും കുറച്ച് ഡിലേ ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പം നമ്മുടെ കോഴ്സുകളെ എംപ്ലോയബിൾ ആക്കുക, അതിൻ്റെ ഇടയിലുള്ള ബ്രിഡ്ജ് എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്തരത്തിലുള്ള ബ്രിഡ്ജ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാണ്. ഒരുപാട് ബ്രിഡ്ജ് കോഴ്സുകൾ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. അത് നമുക്ക് ഇപ്പം നിങ്ങളുടെ മേഖല പോലെയുള്ള IT, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ലോജിസ്റ്റിക്സിൽ നന്നായിട്ടത് ലോജിസ്റ്റിക്സ് പ്രത്യേകിച്ച് കേരളത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയ ഒരു ഫ്യൂച്ചറാണ് ലോജിസ്റ്റിക്സ്. മൂന്നാമത്തത് നമ്മുടെ ഹെൽത്ത് കെയറിൽ, നാലാമത്തത് ടൂറിസത്തിൽ. ഇത്തരത്തിലുള്ള ബ്രിഡ്ജ് കോഴ്സുകൾ കൊണ്ടുവന്നാൽ നമ്മൾ ഗ്രാജുവേഷൻ കഴിയുന്നു, ഇപ്പോൾ 4 ഇയർ ഗ്രാജുവേഷനാണ് വരാൻ പോകുന്നത്. അവിടെ ഒരു ബ്രിഡ്ജ് കോഴ്സ് കൂടി വന്നാൽ കുറച്ചും കൂടി എംപ്ലോയബിൾ ആവും. നമ്മൾ ബ്രെയിൻ ഡ്രെയിനിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മളിവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ നാട്ടിൽ ജീവിക്കാനാണ്. അജ്മലിനും അങ്ങനെ തന്നെയല്ലേ? പക്ഷേ നമ്മുടെ ലൈഫിലേക്ക് മുന്നോട്ട് പോവേണ്ട ഒരു സാഹചര്യം, ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇല്ല. അങ്ങനെ വരേണ്ടതിന് ഇവിടെ എംപ്ലോയബിൾ ആക്കുക എന്നുള്ളതാണ്. നമ്മൾ കച്ചവടം ചെയ്യാൻ ഏറ്റവും നല്ലവരാണ് എന്ന് തെളിയിച്ച തലമുറയുടെ പിന്മുറക്കാരാണ്. നമ്മൾ ഏറ്റവും നന്നായി ജോലി ചെയ്യാൻ കമ്മിറ്റഡ് ആയ ആളാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് വരാൻ പോകുന്ന തലമുറ ഇത് രണ്ടിലും ഏറ്റവും മിടുക്കരാവും. അവരെ കൊണ്ട് നമുക്കിത് വന്നാൽ ഇപ്പം വേൾഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, നിങ്ങളിപ്പം ടെക്നോളജി ഉപയോഗിച്ച് ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, കേരളത്തിലെ ഒരു ലാൻഡ്മാർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ആളാണ്, ഫുള്ളി ഓൺലൈനാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ അതിൻ്റെ തിരൂരങ്ങാടിയിൽ ഈ പറയുന്ന അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള എന്താണ്, ഞാൻ കുറച്ചും കൂടി എന്താ പറയുക ഒരു ക്ലിയർ ആൻസറിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഈ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യണം. ഇവിടെ 2 കാര്യങ്ങളാണ് എനിക്ക് ഒരു എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബ്രിഡ്ജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ്, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൻ്റെ ഒരു സേവനം തിരൂരങ്ങാടിയിലെ ഒരു യൂത്തിന് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ മേ ബി അങ്ങനെ തന്നെ നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണോ? ഇതിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ. ഒരു എല്ലാം ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഹെവി കാപ്പെക്സ് ഇൻവോൾവ് ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ അവിടെ നമുക്ക് ഈ പറയുന്ന ഒരു ഹൈബ്രിഡ് പ്രോഗ്രാം, ഇപ്പം ഓൺലൈനും അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും അതേപോലെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫിസിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരുപോലെ കൊണ്ടുപോകുമ്പോഴായിരിക്കും നമുക്ക് എല്ലാവർക്കും ഇത് ആക്സസ് ആയി ചെയ്യാൻ പറ്റും. ഇന്നിപ്പം ഈ വർഷം KGയിൽ ലോവർ KGയിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടി എന്ന് പറയുന്നത് ഒരു 15 ഇയേഴ്സ് അപ്പുറത്തേക്ക് വരുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 4th-ലോ 7th-ലോ അല്ലെങ്കിൽ 10th-ലോ +2-ലോ ഇവിടെ ഈ ഘട്ടങ്ങളിലാണല്ലോ ഫൈനൽ തീരുമാനം വരിക. ആ തീരുമാനം വരുമ്പം ആ കാലത്തിനനുസരിച്ച് ആ കുട്ടി ആഗ്രഹിക്കുന്ന ജോലിക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാവുന്ന ട്രെയിനിങ് കിട്ടുന്ന, അല്ലെങ്കിൽ ഇപ്പം എൻട്രൻസ് കോച്ചിങ് ആണെങ്കിലോ അല്ലെങ്കിൽ ആ ട്രെയിനിങ് കിട്ടുന്ന ഒരു മോഡൽ എഡ്യൂക്കേഷനായിട്ട് കിട്ടണം. നമ്മുടെ പൊതുവിദ്യാഭ്യാസം ഓക്കെയാണ്, നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഓക്കെയാണ്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടൊരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിലാണ് പിന്നെ ആളുകൾ ഓവർസീസിലേക്ക് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലൊക്കെ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊണ്ടുവരണമെങ്കിൽ ഇതിനെ ഡിജിറ്റലായിട്ടും ഇപ്പോഴുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ ഫിസിക്കലായിട്ട് തന്നെ അപ്ഗ്രേഡ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കാര്യം ചെയ്യണം. എനിക്ക് മേ ബി ഒരു സജഷനായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഇപ്പോൾ തിരുരങ്ങാടിയുടെ ഒരു മണ്ണിൽ നമ്മൾ നോക്കുമ്പോൾ PSMO കോളേജ് പോലെയുള്ള ഒരു പതിറ്റാണ്ടുകളുടെ ഒരു ലെഗസി ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഈ ഒരു വലിയൊരു സൈഡിൽ അക്കാഡമിക്സ് അവിടെ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാപ്പെക്സ് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇതിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് തന്നെ നമുക്കൊരു ആഡ് ഓൺ കോഴ്സസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എംപ്ലോയബിലിറ്റി അതിൻ്റെ ഒരു സെൻറ്റേഴ്സായിട്ട് നമുക്ക് നമ്മുടെ
കോളേജസിനെ നമുക്ക് മാറ്റിക്കൂടെ? നമ്മൾ വെറുതെ ഒരു കാപ്പെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, കാപ്പെക്സ് ആണ് ഇപ്പം പ്രത്യേകിച്ച് വേൾഡിൽ ഒരു ഫൈനാൻഷ്യൽ ഒരു സിനാരിയോ കണ്ടാലും നമുക്ക് ഏറ്റവും ലിമിറ്റേഷൻ വരാനുള്ളത് ഫണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അജ്മൽ പറഞ്ഞത് കറക്റ്റാണ്. അവിടെ രണ്ട് ലാഭം ഉണ്ടല്ലോ. ഒന്ന് ഈ ഇപ്പം പറഞ്ഞ കാപ്പെക്സ്, രണ്ട് സമയം. ഇത് രണ്ടും നമുക്ക് ഇപ്പം 10 to 4 ഒരു അക്കാദമിക് കലണ്ടർ ഇല്ലല്ലോ ഓൺലൈൻ എഡ്യൂക്കേഷൻ കലണ്ടറിൽ. ഏത് സമയത്തും ചെയ്യാവുന്ന അങ്ങനെ ഈ രണ്ട് അഡ്വാൻറ്റേജും തന്നെയായിരിക്കും ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ഏറ്റവും ഒരു മിറർ എന്നുള്ള നിലക്ക് ഈ പ്രാവശ്യം MLA ഓഫീസ് രണ്ടായിരിക്കും. ഒന്ന് ഫിസിക്കൽ MLA ഓഫീസും ഉണ്ടാവും, ഡിജിറ്റൽ MLA ഓഫീസും ഉണ്ടാവും. ഓക്കെ. അപ്പം നമ്മൾ ആ ഒരു ബ്ലെൻഡഡ് മോഡിലോട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലോട്ടും പോവുകയാണ്. ആളുകൾക്ക് ആക്സസ് ചെയ്യേണ്ട, ആളുകൾക്ക് ആക്സസിബിൾ ആവണം എന്നുള്ളത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. റൈറ്റ്. ഇനി അതിൻ്റെ അടുത്തൊരു ഭാഗത്തോട്ട് കടക്കുമ്പോൾ ഒരു യൂത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൺസേൺ ആയിട്ട് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത്, താങ്കൾ ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ഒരു സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങണം എന്നുള്ളത് ഇന്ന് ഓരോ ആളുകളുടെയും ഒരു സ്വപ്നമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഒരു സിനാരിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ, കേരളത്തിൽ അങ്ങനെ സ്റ്റാർട്ടപ്പ് ഹബ് എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് എറണാകുളമാണ്, നമുക്ക് കൊച്ചിയാണ് നമുക്ക് പറയാവുന്ന ഒരു സ്ഥലമുള്ളത്. കോഴിക്കോട് മെല്ലെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു തിരുവങ്ങാടിയെ പോലെ മേ ബി കുറച്ചൊരു റൂറൽ ആയിട്ടുള്ള ഒരു പ്രദേശത്ത് നിന്ന് അത്തരം സ്വപ്നങ്ങൾ മേ ബി കാണാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം താങ്കളുടെ ഒരു പ്രൊഫഷണൽ എന്നുള്ള കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ഈ ഒന്ന് ആസ് എ പ്രൊഫഷണൽ എനിക്ക് ആ പറയുന്നതിൽ കുറച്ചുകൂടി ആ പറയുന്നതിൻ്റെ ഒരു കാര്യം എൻ്റെ കയ്യിലുണ്ട്. രണ്ടാമത് ഞാൻ ഈ ക്യാമ്പയിൻ ഡേയ്സിൽ പോയപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയത് ചില നാടുകളിൽ അവർ കർണാടകയിൽ ഒരുപാട് ബിസിനസ് തരാം. കാരണം തലമുറകളായി ഞങ്ങളൊക്കെ കർണാടകക്കാർ ഈ വീടുകളിൽ പോയാൽ ഞങ്ങൾ കർണാടക ചെന്നൈയിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട്. അപ്പൊ കച്ചവടം ചെയ്ത് നന്നായിട്ട് നമ്മളൊക്കെ കാണുന്നതിന്റെ എത്രയോ മേലെ കഴിവുകളുള്ള ആളുകളാണ്. അവിടെ ഇന്നത്തെ കാലത്തേക്ക് ബിസിനസ് മാറുന്നു. അത് കച്ചവടം എന്നുള്ളത് രീതിയിൽ ഈ സ്റ്റാർട്ടപ്സ് ആണെങ്കിലും ഏത് പ്രോജക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു ഐഡിയേഷൻ സ്റ്റേജ് ഉണ്ടാവും, വളരെ പ്രിലിമിനറി സ്റ്റേജ്. അവിടെ അവർ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് അതിനെ കൺസീവ് ചെയ്യുന്നു, അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അതിൻ്റെ പ്രോസസ്സിലേക്ക് അവർ കടന്നു പോകുന്നു. അവിടെ ഒരു ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ സ്ട്രക്ചർ എന്താവണം, അതിൻ്റെ ഒരു റോഡ് മാപ്പ്, ആ റോഡ് മാപ്പ് അവർക്ക് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു സൗകര്യം മണ്ഡലത്തിലുണ്ടാവണം. അങ്ങനെ മണ്ഡലത്തിലുണ്ടാകുമ്പോഴാണ് എൻ്റെ ഈ ബിസിനസ് 10 കൊല്ലം കഴിഞ്ഞാൽ എവിടെയാണ് ഉണ്ടാവുക, 20 കൊല്ലം കഴിഞ്ഞാൽ എവിടെയാണ്. ചോദ്യം ചെയ്യും കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് അതാ ബോധ്യമുണ്ട്. ഞാൻ ഏത് പോയിന്റിലാണ് എക്സിറ്റ് എടുക്കുക. ബിസിനസ്സിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതാണല്ലോ എക്സിറ്റ് പോയിന്റിലുള്ള ക്ലാരിറ്റി. ആ ക്ലാരിറ്റി ഐഡിയേഷൻ സ്റ്റേജിൽ തന്നെ ചെയ്താൽ ഒരു വലിയ സൗകര്യം ഉണ്ടാവും. ഈ സൗകര്യമൊക്കെ ഈ നാട്ടിലേക്കാണ് വരിക. നമ്മളങ്ങനെ കണ്ടതാണ്. ഇപ്പം അവസാനം വന്ന മുണ്ടക്കൈ ആണെങ്കിലും ഇവിടുത്തെ ഫ്ലഡ് ആണെങ്കിലും മഹാപ്രളയങ്ങളാണെങ്കിലും ഇങ്ങോട്ട് വന്ന സമ്പത്തൊക്കെ എവിടുന്ന ഈ പറയുന്ന വലിയ രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളും ഇവിടുത്തെ കോർപ്പറേറ്റുകളും അല്ലേ. അതുകൊണ്ട് ഇവരിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എൻ്റർപ്രണർഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം അവരുടെ ഐഡിയേഷൻ സ്റ്റേജിൽ അവർക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ MLA ഓഫീസിൻ്റെ ഭാഗമായിട്ട് കിട്ടും. അതിലൊന്ന് അതിൻ്റെ സ്ട്രക്ചറിങ്ങിൻ്റെ കാര്യമായിരിക്കും. എങ്ങനെ ഒരു ട്രേഡിംഗ് എന്നുള്ളതിൻ്റെ നമുക്ക് ട്രേഡിങ്ങിൽ ഒരു നെറ്റ് പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. അവിടെ നമ്മൾ വാല്യുവേഷനിലേക്ക് പോയി, നമ്മൾ IPOയിലേക്ക് പോയി, അവിടെ സംഭവിക്കുന്നത് ഒരു വാല്യുവേഷൻ പ്രോഫിറ്റ് ആണ്. അതിലേക്ക് ഉണ്ടാവേണ്ട ഒരു ബ്രിഡ്ജ് അതെന്തായാലും MLA ഫെസിലിറ്റി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ നമ്മുടെ കോളേജുകളെ നമ്മൾ ഈ പറഞ്ഞ അപ് സ്കില്ലിംഗ് ഹബ്ബാക്കി മാറ്റണം എന്ന് നമ്മൾ പറഞ്ഞു. ശരിക്കും ഈ ഒരു പ്രോസസ്സ് തുടങ്ങേണ്ടത് നമ്മൾ കോളേജുകളിൽ നിന്നുള്ള ആ യങ് ആളുകളെ ഉപയോഗിച്ചല്ലേ. അവിടെ നമ്മൾ ഒരു ഗ്യാപ്പ് നമ്മൾ ഫസ്റ്റ് നമ്മളൊന്ന് ബ്രിഡ്ജ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരുപാട് നല്ല ഓണ്ടർപ്രണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം അജ്മലിന് കൃത്യമായിട്ട് അറിയാലോ, ഒരു കൺസ്ട്രക്ഷൻ എക്കണോമിയിൽ നിന്ന് നോളജ് എക്കണോമി ആയിട്ട് വേൾഡ് മാറുകയാണ്. അതിൻ്റെ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിസ്റ്റിക് ലാൻഡാണ് കേരളം. ആ കേരളത്തിൽ നമുക്ക് ഇതിനെ കൃത്യമായിട്ട് ഇപ്പോൾ പ്രോജക്റ്റ് ചെയ്യാൻ വരുന്നു. ഇപ്പം നിങ്ങൾ വലിയൊരു പ്രോജക്റ്റിലേക്ക് എത്തി, ഇതിൻ്റെ ഒരു തുടക്കം ഉണ്ടാവും. അതേപോലെ ഒരുപാട് ആളുകൾ ഇതിൽ തുടങ്ങും. അപ്പോൾ നോളജ് എക്കോണമിയിലേക്ക് വരുമ്പോൾ അതിൽ ഏറ്റവും ക്യാച്ചുള്ള ഒരു പോർട്ട്ഫോളിയോയാണ് എഡ്യൂക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഓപ്പർച്യൂണിറ്റി, ആ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ ഈ പറയുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും, ഐഡിയേഷൻ സ്റ്റേജിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു ചെറിയ പ്രോസസ്സ് നടക്കുമ്പോൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അത് മാറും. മീൻസ് അത് ഇൻവെസ്റ്റ് ചെയ്താൽ ഫ്യൂച്ചർ കുറച്ചും കൂടി ഞാൻ നേരത്തെ പറഞ്ഞ വെൽബീയിങ് ആവും. പിന്നെ അവർക്ക് നല്ല കാർ ഉണ്ടാകുമ്പോൾ നല്ല റോഡ് ഉണ്ടാവും. അപ്പോൾ എഡ്യൂക്കേഷനിലുള്ള ഒരുപാട് വിഷൻസ് നമ്മൾ പറഞ്ഞു. താങ്കൾ പറഞ്ഞ മറ്റൊരു ഏരിയയാണ് ഹെൽത്ത് എന്നുള്ളത്. ഹെൽത്തിൽ താങ്കൾ കാണുന്ന ആസ് എൻ MLA കാണുന്ന ഒരു ഡിഫറെൻറ്റ് കാഴ്ചപ്പാടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ എൻ്റെ ക്യാമ്പയിൻ കാലത്തും ഇതുവരെയുള്ള ഒരു അനുഭവത്തിലൊക്കെ വെച്ച് അതൊരു ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ഒരു ആംഗിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും പ്രയോറിറ്റി ചികിത്സ അത്തരം കാര്യങ്ങളിലേക്കാണ് പോയത് എന്നുള്ളതാണ്. അതായത് ഒരു അസുഖം വന്നിട്ട് നമ്മൾ ചികിത്സിക്കാം, റിയാക്റ്റീവ് ആയിട്ടുള്ള നമ്മൾ അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കും, അത് വരാതെ നോക്കേണ്ടതാണ്. നമ്മൾ ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ്. അപ്പം നമ്മൾ തിരുവങ്ങാടിയിൽ ഇപ്പം എല്ലാവരും ഒരുമിച്ച് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയത് പെൺകുട്ടികളും സ്ത്രീകളുമാണ് കൂടുതൽ പറഞ്ഞത്. ഞങ്ങൾക്ക് ഗ്രൗണ്ടില്ല, ഞങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ ഒന്നില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഫിറ്റ്നസ്സും വെൽനെസ്സും അതാണ് ഹെൽത്ത് കെയറിൻ്റെ പ്രൈം ഏരിയ. അതിന് തിരുരങ്ങാടിയുടെ പൊതു ഇടങ്ങൾ ഉണ്ടാവുകയാണ്. ജിമ്മുകളും മറ്റ് കാര്യങ്ങളൊക്കെ കുറേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും സാധാരണ എല്ലാവർക്കും ഇതിൽ ഹെൽത്ത് എന്ന് പറയുന്നത് എല്ലാവരുടേതുമാണല്ലോ, ഒരു നാടിൻ്റെ അസറ്റാണ്. അതുകൊണ്ട് അവിടെ ഫിറ്റ്നസ്സിന് വേണ്ടി കളിക്കളങ്ങൾ ഉണ്ടാവണം, ഗ്രൗണ്ട് ഉണ്ടാവണം. ആ ഗ്രൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പലപ്പോഴും നമ്മൾ പൊതു ഇടങ്ങൾ പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അതിലാണ് കുറച്ചും കൂടി PPP മോഡലൊക്കെ അവിടെ സ്യൂട്ടബിൾ ആവുക. അതിൻ്റെ ഒരു മെയിൻ്റനൻസ് പാർട്ട്, അത് എങ്ങനെ അത് കൊണ്ടുപോകണം, എങ്ങനെ അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളത്. അപ്പം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫിറ്റ്നസ്സിൽ നിന്നാണ്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വെൽനെസ് ആണ്. അതിൻ്റെ ഇടയിൽ ട്രീറ്റ്മെൻറ്റ് വന്നാൽ അവർക്ക് ചികിത്സക്കുള്ള എല്ലാ സൗകര്യങ്ങളും വേണം. അതിന് താലൂക്ക് ആശുപത്രി ഉണ്ട്, അത് അപ്ഗ്രേഡ് ചെയ്യണം. അവിടെ ഇപ്പം പരപ്പനങ്ങാടിയിലെ ഹെൽത്ത് സെൻ്ററിൻ്റെ ഇഷ്യൂ ഉണ്ട്. അങ്ങനെ അവിടെ ഇൻഫ്രാസ്ട്രക്ചറും ഇപ്പോൾ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാത്തിൻ്റെയും മോഡേണൈസേഷനും അപ്ഗ്രേഡേഷനും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതോടൊപ്പം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈ പറയുന്ന കളിക്കളങ്ങൾ, പ്ലേസസ്, ഗ്രൗണ്ടുകൾ, അതിനുള്ളൊരു സ്ഥലം നമുക്കുണ്ട് താങ്കൾക്ക്? ഒന്ന് ഈ പറയുന്ന ഇതിന് പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് അപ്ഡേറ്റ് വേൾഡിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അത് അർബൻ്റെ ഒരു കളിക്കളം, അർബൻ സെക്ടറിലെ ഒരു കളിക്കളം അല്ലെങ്കിൽ നഗരത്തിലുള്ള ഒരു കളിക്കളത്തിൻ്റെ മോഡലല്ല ഒരു റൂറൽ സെക്ടറിൽ ഉണ്ടാവും. അതിന് സ്യൂട്ടബിളായ നമുക്ക് രണ്ടും ഉണ്ടല്ലോ, നമുക്ക് നഗരവും ഉണ്ട്, നല്ല ഗ്രാമങ്ങളുണ്ട്. ഇതിന് സ്യൂട്ടബിൾ ആയത് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പം തന്നെ ഉണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യണം. ബാക്കിയുള്ള പഞ്ചായത്തിൽ ഒന്നെങ്കിലും ഇതില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുടെ സൊല്യൂഷനാണ് കളി. കളിക്കളം എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളുടെ സൊല്യൂഷനാണ്. അതിൽ ഹെൽത്താണ് അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ബെനിഫിറ്റ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പുതിയ ഹൈവേയിൽ നമ്മൾ പുതിയ പാലങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഒരു തൂണ് തൊട്ട് മറ്റേ തൂണ് വരെ നമുക്ക് ശരിക്കും ഒരു ചെറിയൊരു ടർഫാക്കാൻ പറ്റുന്നൊക്കെ ഇന്നോവേറ്റീവായി ചിന്തിച്ചാൽ ശരിക്കും ഒരുപാട് സൊല്യൂഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട, ഇപ്പോൾ നമ്മൾ യൂത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ചും അതേപോലെ തന്നെ അവരുടെ അപ്സ്കില്ലിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. വേറൊരു വലിയൊരു ക്രൈസിസ് ഇപ്പം ഇങ്ങനെ നമുക്ക് ലൂം ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലെ റെമിറ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു വലിയൊരു എസ്പെഷ്യലി നമ്മുടെ ഒരു മലപ്പുറം ജില്ലയിൽ വരുമ്പോൾ വലിയൊരു ഫാമിലീസ് സർവൈവ് ചെയ്യുന്നത്. ഇവിടെ ആളുകൾ തിരിച്ചു വരുന്നത് ആളുകൾക്ക് ഉണ്ടാകുന്ന ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മളൊരു ക്രൈസിസായി ഒന്ന് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫുകളെ ഇപ്പോൾ അഫക്റ്റ് ചെയ്ത് പല രീതിയിൽ അഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ കുറച്ചുകൂടി കാണാൻ പോകുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ AI പോലുള്ള പുതിയ ടെക്നോളജീസ് വരുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒറാക്കിൾ 12,000 ആളുകൾ 30,000 ആൾക്കാർ ഒരു ദിവസം ഫയർ ചെയ്തു. ഞാൻ ഇന്നലെ വായിച്ചു മെറ്റ ഒറ്റ ദിവസം രാവിലെ 6,000 ആളുകളെ ഫയർ ചെയ്യുകയാണ്. ഒരുപാട് ജോബ്സ് ഇനി നഷ്ടപ്പെടാനുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ യൂത്തിൻ്റെയും കുട്ടികളുടെയും കാര്യം പറയുമ്പോഴും ഒരു 30s-ലോ 40s-ലോ ജോബ് നഷ്ടപ്പെട്ട് ഒരു പ്രശ്നവുമായിട്ട് നാട്ടിലോട്ട് വരുന്ന വലിയൊരു വിഭാഗം ആളുകളെ നമ്മൾ ആസ് എൻ എക്കോണമി ആൻഡ് ആസ് എൻ MLA താങ്കൾ അഡ്രസ്സ് ചെയ്യേണ്ടതില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ ചോദിക്കുകയാണ്. അജ്മൽ ഈ പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന്, ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഷൻ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മൾ മിഡിൽ ഈസ്റ്റ് കണക്ട് ചെയ്ത ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട്, ഒരു നാടായതുകൊണ്ടും, അതിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എക്കണോമിക് വാറാണ്. നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് എല്ലാം നോക്കിയാൽ അത് ലോജിസ്റ്റിക്കിലോ ഹോർമസിലുള്ള ഇഷ്യൂ ആണെങ്കിലും, അതുണ്ടാക്കുന്ന ഇവിടെയുള്ള കിച്ചണിലെ ഗ്യാസിൻ്റെ ഇഷ്യൂ ആണെങ്കിലും, എൻഡ് റിസൾട്ട് എക്കണോമിക് ഇഷ്യൂസാണ്. എക്കണോമിക് ക്രൈസിസ് നടക്കുന്നു. ലോകത്തെ എല്ലാ ക്രൈസിസിൻ്റെയും ഉള്ളിൽ ഒരു എക്കണോമിക് ഇമ്പാക്റ്റ് വരുന്നു. അതിൻ്റെ ഏറ്റവും പീക്കിലാണ് ഈ എക്കണോമിക് വാറായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നത്. ആ ഭാഗം മാറണമെങ്കിൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ എത്ര ചിലവഴിക്കാം, എത്ര ഇൻവെസ്റ്റ് ചെയ്യാം, എത്ര ലോൺ എടുക്കാം, ആ ഒരു ബേസിക് കാര്യത്തിൽ നമുക്ക് കരിക്കുലത്തിലൊക്കെ കുറച്ചുകൂടി പോരായ്മ വരുന്ന കാര്യം ഇതാണ്. ഒരു കുട്ടി ആ സമയത്ത് പഠിക്കേണ്ടതാണല്ലോ അത്. അപ്പോൾ ബേസിക് ഫിനാൻഷ്യൽ ലിറ്ററസി നമുക്കുണ്ട് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും ഈ പറയുന്ന ഓരോ ക്രൈസിസിലും നമ്മൾ അകപ്പെട്ടു പോകുന്നത് ഈ ഒരു ഡിസിപ്ലിൻ പലതും ഇല്ലാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസി ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ മണ്ഡലത്തിൽ ചെയ്യണം. കാരണം നമുക്ക് ബാക്കിയാക്കേണ്ടത് ബാക്കിയാക്കാൻ വേണമല്ലോ. കോവിഡിന് ശേഷം വലിയൊരു സിനാരിയോ ചേഞ്ചാ, നമുക്കൊന്നും ബാക്കിയാക്കണ്ട എന്നുള്ള രീതിയിലേക്കാണ് പോയത്. അതിന്റെ ഇമ്പാക്ട് ഇതിൽ വരും. ഹ്യൂജ് ലോൺസ്, ഇപ്പോൾ എഡ്യൂക്കേഷൻ അടക്കെടുക്കുന്ന ഒരു ഒക്കെ NP ആയിട്ട് മാറുന്ന ഒരു അവസ്ഥ നമ്മൾ ശരിക്കും ഫാമിലീസിനെ അഫക്ട് ചെയ്യുന്ന കാണാറുണ്ട്. അതിന്റെ ഒരു വിക്ടിമല്ലേ ഇപ്പം ലാസ്റ്റ് വീക്കിൽ സംഭവിച്ച ലോൺ ആപ്പുകളിലേക്കൊക്കെ അത് എത്തുകയാണ്. അത് നമുക്ക് കടിഞ്ഞാണിടണം. അതിപ്പം എൻ്റെ റെസ്പോൺസിബിൾ ലാൻഡാണ് തിരുരങ്ങാടി, അവിടെ നമുക്കത് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ ഒരു ഏരിയ, ഇപ്പോൾ എംപ്ലോയ്മെൻറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളാണ്. ആസ് യു സെഡ്, നമ്മുടെ IT കമ്പനീസ് ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതിനെ നമുക്ക് ഒഴിവാക്കാനോ അത് കണ്ട് നമ്മൾ സറണ്ടർ ആവാനോ കഴിയില്ലല്ലോ. നമുക്കതിനെ ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജി വേണം. പുതിയ കാര്യങ്ങൾ വരുമ്പം AI ഉണ്ടാകുന്ന എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, അതിലേക്ക് നമ്മൾ
കാണണം. അത് നിങ്ങളുടെയൊക്കെ സഹായം വല്ലാതെ വേണ്ടതാണ്. ഞങ്ങൾ AI ഫോർ കേരള എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഞങ്ങളൊരു 3-4 മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഒരു 10ാം ക്ലാസ് വരെയുള്ള ഒരു കുട്ടികളെ നമ്മൾ ഇപ്പോൾ AI ടൂൾസ് ഇപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ അറിയാം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്താണ്, ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എന്താണ്, ഇതിന് പിന്നിൽ ഒരു മാത്സ് എന്താണ്, ഇതെങ്ങനെ എത്തിക്കലി യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊജക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്ത് ഏകദേശം ഒരു 10,000 സ്റ്റുഡൻസിന് ഇപ്പോൾ നമ്മൾ AI പഠിപ്പിച്ചു. ഇപ്പോൾ കണ്ണൂർ ജില്ലാ കളക്ടറേറ്റ് ഒരു MOU സൈൻ ചെയ്തു. കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ഈ സംഭവം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ ഇത് കണ്ടപ്പോൾ ഇനീഷ്യേറ്റീവ് എടുത്ത്. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തിരുരങ്ങാടിക്കുള്ള കാര്യങ്ങളൊക്കെ അത് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഈ പറയുന്ന ആളുകൾക്ക് അന്നത്തെ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലം, അവിടെയാണ് നിങ്ങളുടെ സഹായം ആവശ്യപ്പെടുന്നത്. വരാൻ പോകുന്ന കാലത്തേക്ക് കൂടി എംപ്ലോയബിൾ ആകുന്ന രീതിയിൽ അപ്ഡേറ്റ് ഇതിൽ നടത്തിക്കൊണ്ടേയിരിക്കണം. മാറാൻ നമ്മളൊക്കെ തയ്യാറാണ്, നമ്മുടെ യങ് പോപ്പുലേഷൻ തയ്യാറാണ്, ജെൻസി എല്ലാം എക്യുപ്ഡ് ആയിട്ടാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു എംപ്ലോയ്മെൻറ്റ് വേർട്ടിക്കലിൽ പ്രോബ്ലം വന്നാൽ അത് മറ്റോടത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലത്തേക്ക് ചെയ്യാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജിങ് ആണ്. ഇതിലെല്ലാത്തിലും നമ്മളൊരു ബ്രിഡ്ജായി നിന്ന് കൊടുത്താൽ നല്ല റിസൾട്ട് നമുക്ക് ഇവർ തരും. ഓൾ ടുഗദർ പറയുകയാണെങ്കിൽ നമ്മുടെ തിരുരങ്ങാടിയിൽ ഞാനൊരു MLA എന്നുള്ള നിലയ്ക്ക് തിരുരങ്ങാടിയിലെ നമ്മുടെ മക്കൾ, നമ്മൾ കടന്നു വരുന്ന നമ്മുടെ അടുത്ത തലമുറ ഒരിക്കലും ഒരു ലേബേഴ്സായി പോവാതെ എപ്പോഴും അവരൊരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയുള്ള ഡിസിഷൻ മേക്കേഴ്സായിട്ട് ജോബ് ചെയ്യാവുന്ന സൊസൈറ്റിയിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളുകളാക്കി മാറ്റാനുള്ള ഒരു പണിയാണ് എൻ്റെ പണി എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. തീർച്ചയായിട്ടും അത് വലിയൊരു വിഷനാണ് അല്ലേ. നമുക്കൊരു 5 വർഷം കൊണ്ട് നമ്മൾ ഈ ഇത്രയും ഒരു നാടിൻ്റെ എംപ്ലോയബിലിറ്റി കൂട്ടുക, മേ ബി അങ്ങനത്തെ കുറച്ച് KPIs വെക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, ഇത്ര ആളുകളെ നമ്മൾ കൂടുതൽ എംപ്ലോയബിൾ ആക്കും, ഇത്ര അധികം കൂടുതൽ ബിസിനസ്സുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് LLPs ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം വരും, അതിനുള്ള ഒരു എക്കോസിസ്റ്റം നമ്മൾ ഉണ്ടാക്കും എന്നുള്ളത് തീർച്ചയായിട്ടും. ഈ പറച്ചിൽ നിന്നൊരു ഡാഷ്ബോർഡ് ഉണ്ടാവണം. ആ ഡാഷ്ബോർഡിൽ 5 കൊല്ലം കൊണ്ട് എത്ര ഇൻവെസ്റ്റ്മെന്റ്, എത്ര ആളുകൾ, എത്ര ഈ പറയുന്ന രീതിയിലുള്ള സക്സസ് സ്റ്റോറീസ് നമുക്ക് ഉണ്ടാവണമെന്ന് ഇപ്പോൾ എഴുതി വെക്കണമല്ലോ. എഴുതി വെച്ചിട്ടുള്ള താങ്കൾ എഴുതി വെച്ച് പബ്ലിഷ് ചെയ്യുന്നതാണ്. ആ ഡാഷ്ബോർഡ് നമ്മൾ റെഡി ആക്കും എന്നുള്ളതാണ് തോന്നുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഞാൻ നിങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ പ്രായമായ ആൾക്കാർ ഒരു അപ്സ്കില്ലിംഗ് ഉണ്ടല്ലോ, അവർ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ടെക്നോളജി മറ്റു കാര്യങ്ങളൊന്നും ചിലപ്പോൾ അത്രത്തോളം അവർക്ക് വഴങ്ങിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. എന്നാൽ അവിടെ നമ്മളൊരു ക്രൈസിസ്, ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ കണക്ഷൻ, ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുക, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ ഇല്ലേ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. വളരെ ഒന്ന് ജെറിയാട്രിക് സെന്റർ പോലുള്ള വയോജനങ്ങളുടെ കാര്യം, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു ജനറേഷൻ, തൊട്ട് മുമ്പുള്ള ജനറേഷൻ മിഡിൽ ലൈഫ് ക്രൈസിസ് അനുഭവിക്കുന്ന ആളുകൾ, ആ മിഡിൽ ലൈഫ് ക്രൈസിസ് അനുഭവിക്കുന്ന ആളുകളിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സാണ്, പ്രത്യേകിച്ച് എക്സ്പാർട്ടിയൻസ് ഒക്കെ ആയിട്ട് തിരിച്ചു വന്നവർ, സ്കിൽഡായ ആൾക്കാരെ അവർ ഉപയോഗപ്പെടുത്താവുന്ന കുറേ സെൻറ്റേഴ്സ് നമുക്ക് ഈ പറയുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ള മൾട്ടിനാഷണൽ ടാലൻ്റ് ഉള്ള ആളുകൾ ഒരുപാട് നമ്മുടെ ഇടയിലുണ്ട്. അവരെ ഈ പറയുന്ന ലെഷർ ടൈമിൽ നിന്ന് എടുത്ത്, അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന ക്രൈസിസ് ആണെങ്കിൽ അതിൽ നിന്ന് എടുത്ത് കുറച്ചും കൂടി നമുക്ക് ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഈ കേപ്പബിലിറ്റി ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുള്ളത്. രണ്ടാമത് വയോജനങ്ങളുടെ കേസിൽ വയോജനങ്ങൾ എപ്പോഴും നമുക്കൊരു അവസരമാണ്, ഓപ്പർച്യൂണിറ്റിയാണ്. അവരൊരു ഭാരമാണ് എന്ന് തോന്നുമ്പോഴാണ് എല്ലാ പ്രോബ്ലംസും ഫ്രം ഫാമിലി ടു എ സ്റ്റേറ്റ് പ്രോബ്ലമായിട്ട് വരുന്നത്. നമുക്ക് 2030 ആകുമ്പോഴേക്കും വലിയൊരു വയോജന പോപ്പുലേഷൻ ഉണ്ടാവും. ആ സമയത്തേക്ക് അവർക്ക് പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടാവണം. പലപ്പോഴും ഐഡിൽ ടൈം എൻ്റെ ക്യാമ്പയിനിൻ്റെ ഇടയിൽ എന്നോട് അത് 1-2 സുഹൃത്തുക്കൾ സൂചിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ഇപ്പം ഡയാലിസിസ് സെൻറ്റേഴ്സ് നമ്മുടെ മണ്ഡലത്തിൽ എല്ലാ നാട്ടിലുണ്ട്. ഡയാലിസിസ് സെൻറ്റേഴ്സിൻ്റെ അവരുടെ കൂടെ ഡയാലിസിസിന് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ആളുകളുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ട്. 3-4 മണിക്കൂറാണ് അവർ ഐഡിലായിട്ട് നിൽക്കുന്നത്. ആ വെറുതെ ഇരിക്കുന്ന ഇടം ഏതെങ്കിലും ഒരു കൺസ്ട്രക്റ്റീവ് ഇടമാക്കിയാൽ, ഒരു ക്രിയേറ്റിവിറ്റി അവിടെ കൊണ്ടുവരാണെങ്കിൽ ഒരുപാട് ഐഡിൽ ടൈം നമുക്ക് മാറ്റാൻ പറ്റും. എല്ലാവരുടെ കയ്യിലും ഒരുമിച്ചുള്ള സമയമാണല്ലോ. ആ സമയത്ത് ക്രിയേറ്റീവായി ചെയ്യാൻ കൺസ്ട്രക്റ്റീവായ ചില പ്രോസസ്സുകൾ ചെയ്താൽ നമുക്ക് നാടിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരുപാട് ഐഡിയാസിനെ കുറിച്ച് സംസാരിച്ചു, എസ്പെഷ്യലി എഡ്യൂക്കേഷൻ, അപ്സ്കില്ലിംഗ്, ഹെൽത്ത്. ഒരു പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ റോഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുക, ആളുകൾക്ക് വോൾട്ടേജ് കൊടുക്കുക, കറണ്ട് എത്തിക്കുക എന്നുള്ളതൊക്കെ അതൊരു ഔദാര്യമല്ല. അത് ഇവിടെ ജീവിക്കുന്ന ടാക്സ് കൊടുക്കുന്ന ഏതൊരു പൗരൻ്റെയും അവകാശമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു MLA ജോലി ഒരു പക്ഷേ അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറം ഈ നാടിനെ ഒരു നോളജ് എക്കോണമി ആയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇനി ഒരുപാട് നമുക്ക് മേ ബി സംസാരിക്കാനുണ്ടാവും. തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. പക്ഷേ ഞങ്ങൾ പറഞ്ഞൊരു പോയിന്റിലോട്ട് മേ ബി നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തണം. ഞാനൊരു എന്താ പറയുക, അവിടെ ഉള്ള വോട്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഡാഷ്ബോർഡ് വേണം. ആ ഡാഷ്ബോർഡിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തപ്പെടണം. അതേപോലെ ഈ ഡിജിറ്റൽ പ്ലസ് അല്ലെങ്കിൽ ഒരു ഫിജിറ്റൽ മോഡൽ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ പ്ലസ് ഡിജിറ്റൽ മോഡലിലോട്ട് നമുക്ക് കൊണ്ടുവരണം. തീർച്ചയായിട്ടും ആസ് എ പേഴ്സൺ ഓർ
ആസ് എ ഓർഗനൈസേഷൻ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ആസ് എ വോട്ടർ ആൾസോ എന്താ പറയുക എല്ലാ നിലക്കുള്ള സപ്പോർട്ടും സഹകരണങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. എൻ്റെ ചെയ്യുമ്പോൾ ഒരു 5 ഇയർ മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ തിരങ്ങാടിയിലെ വോട്ടേഴ്സിനോട് എന്താണ് സാറിന് പറയാനുള്ളത് എന്നുള്ളത്? ഞാൻ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു, ഇപ്പം നിങ്ങളുടെ ഒരു പ്രതിനിധിയാണ്. നിങ്ങളുടെ ഓഡിറ്റിന് വിധേയമാണ് എൻ്റെ ഇനിയുള്ള 5 വർഷത്തെ ജീവിതമെന്ന് തികഞ്ഞ ബോധ്യത്തിലാണ് ഞാൻ നിങ്ങളുടെ കൂടെ യാത്ര തിരിക്കുന്നത്. 5 വർഷം കൊണ്ട് ഈ തിരൂരങ്ങാടി നമ്മൾ ആരോടും മത്സരിക്കാനല്ല, പക്ഷേ തിരൂരങ്ങാടി അടുത്ത കാലത്തേക്ക് പര്യാപ്തമായ ഏറ്റവും നല്ല 5 വർഷമായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ഓൺ ചെയ്ത് നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഉടമസ്ഥാവകാശത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു 5 വർഷം നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്തു. ഒരുമിച്ച് ആ കാര്യങ്ങൾ അതിൻ്റെ ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ മണ്ണും നമ്മുടെ മനസ്സും നമ്മുടെ ആളുകളും ആ രീതിയിൽ നല്ല ജീവിതം, മനുഷ്യരുടെ വെൽബീയിങ് എന്ന് പറയുന്നല്ലോ, നമ്മൾ നല്ല ജീവിതം സാധ്യമാക്കാനുള്ള കൂട്ടായ പരിശ്രമത്തിൽ നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം. ഞാനതിന് സദാസമയവും അതിൻ്റെ ജാഗ്രതയോടുകൂടി അതിനു വേണ്ടി പ്രവർത്തിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.